അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മെഗാമിനീസ് ക്യൂബിന്റെ ഫസ്റ്റ് 2 ലെയർ സോൾവ് ചെയ്ത ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ സോൾവ് ചെയ്തു, അതിനുശേഷം സെക്കൻഡ് ലെയറും നമ്മൾ സോൾവ് ചെയ്തു, തേർഡ് ലെയറിന്റെ കോർണർ പീസുകൾ മാത്രം നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഓരോ കോർണർ പീസിന് 2 സൈഡിലായിട്ടുള്ള പീസുകളുണ്ട്. ഈ 2 പീസുകളാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വൈറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സോൾവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ വൈറ്റ് എപ്പോഴും നമ്മൾ താഴെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ താഴെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ താഴെ വൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഇത് ഫേസ് ചെയ്ത് പിടിക്കും. അതായത് തൊട്ട് താഴേനുള്ള ഈ ഭാഗമല്ലേ, ഈ ഭാഗം നമ്മളിങ്ങനെ ഫേസ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. ഓരോ ഭാഗവും ചെയ്യുന്നത് ഓരോ ഭാഗവും നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അപ്പൊ ഇവിടെ വരുന്ന ഏതാ പീസ് നമുക്ക് നോക്കാം. ഈ 2 പീസുകൾ ഇതേപോലെ പീസുകളാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പൊ മോളില് ഇവിടെ വരേണ്ട പീസ് നമുക്ക് എപ്പോഴും സോൾവ് ചെയ്യാൻ എളുപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, എങ്ങനെ വേണമെങ്കിലും പിടിക്കുക. അപ്പൊ ഇങ്ങനെ ഫേസ് പിടിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഒരു പീസ് ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു പീസ് ഇങ്ങോട്ടോ കൊണ്ടുവരാൻ എളുപ്പമാണ്. അതായത് മുകളിൽ കിടക്കുന്ന പീസ് സൈഡിലേക്ക് താഴെയോ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ കൊണ്ടുവരാനാണ് എളുപ്പം. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുക ഏതൊക്കെയാ എളുപ്പമുള്ളതെന്ന്. ഇപ്പൊ ഇവിടെ ഒരു പീസ് കിടക്കുന്നുണ്ട്. ഈ പീസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കോർണർ മിസ്സാവുമോ നോക്കണം. അഥവാ നിങ്ങൾ മിസ്സായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഈ കോർണർസ് ഓരോന്നോരോന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. കാരണം ഇത് ഞാനൊരു നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ 3 ലെയറിന്റെ കോർണർ കൂടി സോൾവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സോൾവ് ചെയ്തത്. ഇനി അഥവാ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് മിസ്സായാലും കോർണർ പീസ് മിസ്സായാലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഇവിടെ ഓരോന്ന് ചെയ്തു വരും. അപ്പൊ ഈ ഒരു പീസാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്. അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും ഒരു പീസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഈ ഒരു പീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ മുകളിലേക്ക് പിടിക്കുക. അതാ വൈറ്റ് ഇവിടെ താഴെയാണ്, ഇതിനെ ഫേസ് ആക്കി പിടിക്കുക. മുകളിൽ ഇതാ ഈ ഒരു കളർ ഉണ്ട്. ഇവിടെ എന്താ ഒരു ചന്ദന കളർ, ഒരു ഗ്രീനും, അത് ഇവിടെയാണ് വരിക. ഈ ഒരു പീസ് ഇവിടെയാണ് വരിക. പക്ഷെ അത് ട്വിസ്റ്റ് ആയിട്ട് വരണം. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. ഈ ഒരു പീസിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഗ്രീനാണ്, ഇവിടെ ചന്ദന കളറാണ്. അപ്പം ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ പുറത്ത് ഗ്രീനും ഇവിടെ ഇതും ആക്കണം. അപ്പം അതിന് എന്താ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ്. അപ്പം എന്താവും, ആ ഒരു പീസ് നേരെ ട്വിസ്റ്റായി. നമുക്ക് ഈ പീസിനെ ട്വിസ്റ്റായി. ഇനി ഈ ഒരു പീസ് ഇവിടെ എത്തിക്കണം എളുപ്പമാണ്. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് ഈ കോർണറിൽ വന്നു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ ഭാഗത്തേക്കായി വരേണ്ടത്. ഈ ഒരു പീസ് റൈറ്റ് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടതെങ്കിൽ ഇതിൻ്റെ ഫേസ്, ഇത് ഫേസ് ആട്ടോ. നമ്മൾ ഇങ്ങനെ ക്യൂബ് പിടിക്കുമ്പോൾ ഇത് ഫേസ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. വൈറ്റ് താഴെ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ പിടിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇവിടെയാണ് സോൾവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളെ ഫേസ്, ഫ്രണ്ട്, ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. തുടക്കത്തിൽ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെയുള്ള പീസ് ഒന്നും നോക്കണ്ട. ഇവിടെ റൈറ്റ്, ഇത് ലെഫ്റ്റ്, ടോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ FL F2 L F ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ആ പീസ് മിസ്സായി. ആ പീസ് എവിടെ പോയി? പീസ് മുകളിൽ തന്നെ വന്നു. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക്. നമുക്ക് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ്. നമ്മളിതിനെ മുകളിലെത്തി. ഈ ഒരു പീസിനെ നമുക്ക് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്, താഴോട്ടാണ് കൊണ്ടുവരേണ്ടത്. താഴോട്ട് റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ FL F2 L F ഇൻവേഴ്സ്. ആ ഒരു പീസ് ഇവിടെ താഴെ കോർണറിലെത്തി. കണ്ടോ, ഫസ്റ്റത്തെ നമ്മൾ മൂവ്മെന്റ് ചെയ്ത് കുറച്ച് തെറ്റിപ്പോയി. അതാണ് ഇതാ ഇവിടെ ഒരു പീസ്. അപ്പോൾ ഈ ഒരു കോർണറിന്റെ റൈറ്റ് സൈഡ് സോൾവ് ആയി. ഇനി ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്യാൻ. റൈറ്റ് സൈഡ് ഉള്ളത് റെഡും വൈറ്റും കളറാണ്. അതിനതാ ഇതിന്റെ മുകളിലുണ്ട്. അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ മാച്ച് ആയി കിടക്കും. ഇതിന്റെ സെന്ററുമായിട്ട് മാച്ച് ആയി കിടക്കും. ഇതിന്റെ സെന്ററായിട്ട് മാച്ച് ആയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇതിനെ മാച്ച് ആക്കാൻ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പീസിന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു പീസിന് ഇങ്ങനെ ലെഫ്റ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, FL F2 RF ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിലുള്ള ഒരു പീസ് ഇതാ അവിടെ സോൾവ് ആയി. ഇപ്പം നിങ്ങൾക്ക് ഇതാ ഈ കോർണർ പീസിന്റെ റൈറ്റും ലെഫ്റ്റും സോൾവ് ആയി കിട്ടി.
ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടി. അത് കഴിഞ്ഞ് അടുത്തത് ഈ കോർണർ പീസാണ്. അതായത് ഇത് സോൾവ് ആയി കിട്ടി. നമ്മൾ മൂവ്മെൻറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പീസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പീസ് ഇനി അടുത്തതിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൻ്റെ തൊട്ടടുത്തുള്ള പീസ് നോക്കുക. ഇപ്പോൾ ഈ കോർണർ പീസ് ഇതിവിടെ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം സോൾവ് ആയി. ഇനി ഇതിൻ്റെ ഇപ്പുറം ഇപ്പുറം സോൾവ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഈ പീസ് മുകളിലുണ്ടോ നമ്മൾ നോക്കണം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ മുകളിൽ നമുക്ക് എളുപ്പത്തിലുള്ള പീസ് താഴെ കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇവിടെ റെഡും പിങ്കും ആണ്. റെഡും പിങ്കും ഇവിടെ എവിടെയെങ്കിലും മുകളിലുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ നോക്കുക. അത് താഴെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം. ഇവിടെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ട്വിസ്റ്റില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കോർണർ പീസുകളൊക്കെ മിസ്സാവും. അപ്പോൾ അത് നമ്മളിപ്പം തൽക്കാലം അത് ചെയ്യാത്തതാണ് നല്ലത്. ഇപ്പോൾ മുകളിലുള്ള ഏതെങ്കിലും കളേഴ്സ് ഉണ്ടോ നോക്കുക, ഇത് സോൾവ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആൻഡ് ഈ ഒരു കളർ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഇത് സോൾവ് ആവും. പക്ഷെ ഇവിടുത്തെ ഒരു പീസ് മിസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ കോർണർ പീസ് നമ്മൾ സോൾവ് ചെയ്യും. ഈ കോർണർ പീസ് എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. ഈ കോർണർ പീസ് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഓക്കെ, കോർണർ പീസ് ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി ഇവിടെയും കൊണ്ടുവരണം. ഇപ്പോൾ ഈ മുകളിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളൊന്ന് ആദ്യം ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ ഒരു പീസിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്, അതായത് ലെഫ്റ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. F2 R F ചെയ്യുമ്പോൾ ആ ഒരു പീസ് ഇവിടേക്ക് വരും. ഓക്കെ, ഈ ഒരു പീസ് ഇവിടെ വന്നു. അപ്പോൾ ഈ കോർണറിൻ്റെ ഈ പീസ് സോൾവ് ആയി. ഓക്കെ, ഈ പീസിൻ്റെ കളർ ഇവിടെ ഉണ്ടോ നോക്കുക. ഈ ലൈറ്റ് ബ്ലൂവും ഈ പർപ്പിൾ കളറാണെന്ന് തോന്നുന്നു. ഈ പർപ്പിൾ കളറും പീസ് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പീസ് ഇവിടെ ഉണ്ടെങ്കിൽ നോക്കണം. ആ കളർ കോമ്പിനേഷൻ ഉണ്ടോ നോക്കിയിട്ട് വേണം നിങ്ങളൊക്കെ. ഇതിപ്പോൾ ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം. അതായത് ഈ ലൈറ്റ് ബ്ലൂ ഇവിടെയും ഇത് പർപ്പിൾ മുകളിലും ആക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ് ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റായി വരും. ആ ബ്ലൂ ഇവിടെ ഉണ്ടായിരുന്ന ബ്ലൂ ഇങ്ങോട്ടായി. നമ്മൾ പിടിക്കുന്ന എപ്പോഴും വൈറ്റ് താഴെയാണ്. ഇതിൻ്റെ ഈ ഒരു പീസ് നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. ഇനി നമുക്ക് ഈ പീസിനെ ഇവിടെ കൊണ്ടുവരണം. ഈ ഒരു പീസിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. റൈറ്റിലേക്ക് കൊണ്ടുവരാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് റൈറ്റിലേക്ക് തിരിക്കുക. റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, F2 L F ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ആയി. കണ്ടോ, ഈ കോർണറിൻ്റെ രണ്ട് പീസും സോൾവ് ആയി, ഇതിൻ്റെ രണ്ടും നമ്മൾ സോൾവ് ആയി. ഇനി അടുത്തത് ഇതിൻ്റെ പീസ് ഇവിടെ ഉണ്ടോ നോക്കുക. പർപ്പിളും പിങ്കും കളർ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. എളുപ്പത്തിലുള്ളതാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പർപ്പിളും പിങ്കും ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്നതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് സോൾവ് ചെയ്ത മിസ്സാവും. അത് നിങ്ങൾ കോർണർ പീസുകൾ മിസ്സാവും. അതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, അത് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു വരാം. തൊട്ട് മുമ്പത്തെ പാർട്ട് 1 ഞാൻ ഇതും കൂടി സോൾവ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് മിസ്സാവും. അപ്പോൾ തുടക്കക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കോർണർ അല്ല, ഈ കോർണർ കഴിഞ്ഞ് ഇനി ഈ കോർണർ നമുക്ക് ഇവിടെയുള്ള കളറ് യെല്ലോ, ഈ ഒരു പീസ് കഴിഞ്ഞിട്ട് ഇവിടെയും നമുക്ക് ചേർക്കണം. ഇവിടെയുള്ള പീസ് പർപ്പിള് പിങ്ക് എവിടെയാണോ നോക്കുക. മുകളിലുണ്ട് പർപ്പിളും പിങ്കും. പിങ്കിന് മുകളിലാണ് കിടക്കുന്നത്. ഈ മുകളിലുള്ളതിനെ താഴോട്ട് കൊണ്ടുവരണം. അതിന് FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ് ചെയ്താൽ അത് മുകളിൽ നിന്ന് ട്വിസ്റ്റ് ആവും, അങ്ങോട്ടും ട്വിസ്റ്റ് ആവും. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഈ ഒരു പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എളുപ്പമാണ്. അതിനെ കൊണ്ടുവരാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ FR ഇൻവേഴ്സ് F2 R F അപ്പോൾ ആ ഒരു പീസ് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഈ കോർണർ പീസിൻ്റെ, അതായത് തേർഡ് ലെയറിൻ്റെ കോർണർ പീസിൻ്റെ ഇവിടെ സോൾവ് ആയി. ഇനി ഇവിടെ കൊണ്ടുവരാൻ യെല്ലോ ആൻഡ് ഓറഞ്ച് ഇത് അവിടെ കിടക്കുന്നുണ്ട്, മുകളിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ യെല്ലോ ഇവിടെയും
ഓറഞ്ച് മുകളിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. ഈ ഒരു പീസിന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ്. അപ്പോൾ അത് ട്വിസ്റ്റായി. ഇത് ട്വിസ്റ്റ് ആയ ശേഷം ഇത് ഈ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ പീസിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പീസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരേണ്ട F2LF ചെയ്താൽ ആ പീസ് ഇവിടെ വന്നു. ഇപ്പം നമുക്ക് ഇവിടെയും സോൾവ് ആയി, ഇതും സോൾവ് ആയി. ഈ കോർണർ പീസിന്റെ 2 റൈറ്റ് സൈഡും സോൾവ് ആയി. ഇനി അടുത്തത് ഈ ഒരു പീസ്, തേർഡ് പീസ് എവിടെയാണുള്ളത് നോക്കുക. ഈ പീസ് ഇവിടെയുള്ളത് ഇതിനങ്ങോട്ട് കൊണ്ടുവരണം. ഇതിനങ്ങോട്ട് കൊണ്ടുവരാൻ ഇതിനെ ഈ കോർണർ പീസ് നമ്മൾ സോൾവ് ചെയ്തു. അത് നമ്മൾ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടോ കോർണർ പീസ് സോൾവ് ചെയ്യുക. തേർഡ് കോർണർ പീസ് കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ഇനി ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള പീസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അത് അവിടെ കിടക്കുന്നുണ്ട്. ഇത് യെല്ലോ ലൈറ്റ് ഗ്രീൻ, ഇത് ഇവിടെയാണ് വരേണ്ടത്. പക്ഷെ ആദ്യം നമ്മൾ ഇതിനെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കണം. സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കാനാണെങ്കിൽ FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ് ചെയ്താൽ അത് ട്വിസ്റ്റായി, യെല്ലോ മുകളിലായി, ഈ സെൻറ്റർ ഇത് മാച്ചായി. ഈ ഒരു പീസിനെ ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ്, അതായത് F ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ലെഫ്റ്റ് 2 ടൈംസ് RF. അപ്പം ആ മുകളിലുണ്ടായിരുന്ന പീസ് ഇവിടെ കോർണറിൽ നമുക്ക് സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ഇവിടെയുള്ള പീസ് ഏതാ നോക്കുക. ഇവിടെയുള്ള പീസ് ഏതാ? ഗ്രീനും ബ്ലൂവും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. മുകളിൽ വന്ന് കിടക്കുന്നുണ്ട് ഗ്രീനും ബ്ലൂവും. കറക്റ്റായിട്ട് ഇത് ആ മുകളിൽ കിടക്കുന്നുണ്ട്. ഇതിനെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാനുള്ള ഇക്വേഷൻ FLF. ഇപ്പോൾ അത് ആ ഭാഗവും ഈ മുകളിലുള്ള പീസ് ഇവിടെ വന്നു. അപ്പോൾ ഇതും സോൾവ് ആയി കിട്ടി. തേർഡ് ലെയറിൻ്റെ ഈ ഒരു പീസും സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു തേർഡ് പീസ്, അതായത് തേർഡ് ലെയറിലെ കോർണർ പീസ് സോൾവ് ചെയ്യും. ഈ പീസ് ഏതാ? ബ്ലൂ റെഡ് പിങ്ക് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു കോർണർ പീസ് നമ്മളിത് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരണം. അങ്ങനെ തിരിച്ച് അതിൻ്റെ മാച്ചിങ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, ഇവിടെ സോൾവ് അല്ല. അപ്പം നിങ്ങൾ ഈ മാച്ചായി കിടക്കുന്ന കളറ്, അതായത് ഇത് പിങ്കാണല്ലോ, പിങ്ക് ഈ ഭാഗത്ത് കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ എവിടെ വേണം കൊണ്ടുവന്നിട്ട് മാച്ചാക്കുന്ന കളർ ഇങ്ങനെ മാച്ചാക്കിയിട്ട് ഈ ഭാഗത്താണ് കിടക്കുന്നതെങ്കിൽ 2 ടൈംസ് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ മതി. ഓക്കെ, തേർഡ് പീസ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റും റൈറ്റ് ഏതാ ഇതിന് വരുന്നത്? ഇവിടെ വരേണ്ടത് പിങ്കും ബ്ലൂ ആണ്. പിങ്കും ബ്ലൂവും മുകളിൽ കിടക്കുന്നുണ്ട്. ഇതാ പിങ്ക് ബ്ലൂ, പക്ഷേ ഇത് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഈ പിങ്കിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അതായത് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിക്കണം. മാച്ച് ചെയ്യിക്കാൻ FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ്. ഓക്കെ, അത് ചെയ്തപ്പോൾ അത് ട്വിസ്റ്റായി. ഇനി ഈ ഒരു പീസിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അല്ലേ? ഈ ഒരു പീസിന് ഇവിടേക്ക് വരണം. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് FR ഇൻവേഴ്സ് F2 RF. ആ ഒരു പീസ് ഇവിടേക്ക് വന്നു. ഓക്കെ, ആ ഒരു പീസ് ഇവിടെ വന്ന് സോൾവ്. ഇനി ഇവിടെയുള്ള ഒരു പീസ് ഏതാ നോക്കേണ്ടത്? ഇവിടെയുള്ള ഒരു പീസ് ഏതാ? റെഡും പിങ്കും എവിടെയെങ്കിലും ഉണ്ടാക്കും. അതാ മുകളിൽ കിടക്കുന്നുണ്ട്. അതാ മുകളിൽ നമ്മൾ കൊണ്ടുവന്ന്. ഇനി ഇത് സിമ്പിളാണ്, ഇത് സെൻറ്ററായിട്ട് മാച്ചായി കിടക്കുകയാണ്. ഇതിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്കാണ് FLF. അപ്പോൾ ആ പീസ് ഇവിടെയും സോൾവ് ആയി. അപ്പോൾ ഇതും സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ഈ ഒരു പീസ്, ഇനി ലാസ്റ്റ് ഈ ഒരു പീസ് സോൾവ് ആവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ സോൾവ് ആയി, ഇത് സോൾവ് ആയി, ഇത് സോൾവ് ആയി, ഇത് സോൾവ് ആയി. ഇനി നമുക്ക് ഈ കോർണർ പീസ് മാത്രമേ സോൾവ് ആവുള്ളൂ. ഇതിൻ്റെ കോർണർ പീസ് ഏതാ? റെഡ് ഗ്രീന്, ഇതെന്താ ലൈറ്റ് കളർ അല്ലേ? അപ്പോൾ ആ ഒരു പീസ് എവിടെയാണുള്ളത്? റെഡും ഗ്രീനും ഉള്ള പീസ് ഇത് അവിടെ കിടക്കുന്നുണ്ട്. അതായത് ഈ പീസാണ്. ഈ പീസിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എളുപ്പത്തിൽ ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള കളറ് ആയിട്ട് മാച്ച്. ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ഈ സൈഡിലുള്ള കളർ, ഇതിനെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്താൽ ഇങ്ങനെ മാച്ച് ചെയ്യുക. മാച്ച് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതിപ്പോൾ മാച്ചായി കിടക്കുന്നത് ലെഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ 2 പ്രാവശ്യം തിരിച്ചാൽ അത് സോൾവ് ആയി. ഓക്കെ, ഇത് ഓൾറെഡി ഇവിടെ സോൾവ് ആയി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു പീസാണ് കൊണ്ടുവരുന്നത്. ഇവിടെയുള്ള ഒരു പീസ് എന്ന് പറയുന്നത്
ഗ്രീനും ഈ ലൈറ്റ് കളറും ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് ഈ പീസ് റിട്ടേൺ തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തത് നമുക്ക് മിസ്സാവും കേട്ടോ. ഇപ്പം മുകളിൽ കിട്ടി. ഈ മുകളിലായുള്ള പീസിനെ ആദ്യം നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? FRU2 F ഇൻവേഴ്സ് U ഇൻവേഴ്സ് അതിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തു. ഇനി ഈ ഒരു പീസ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് വേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് വരാൻ എന്താ ചെയ്യേണ്ടത്? F2 L ഇൻവേഴ്സ് F. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് ഈ സൈഡ് സോൾവ് ആയി, അതായത് തേർഡ് ലെയറിൻ്റെ ഈ രണ്ട് കോർണർ പീസിന് രണ്ട് സൈഡും സോൾവ് ആയി, ഇവിടെ സോൾവ് ആയി, ഇവിടെ ഇനി ഒരു പീസ് കൂടി പെൻഡിങ് ഉണ്ട് കേട്ടോ. നമുക്കിത് ഇനി മിസ്റ്റേക്ക് ആയതാണോ എന്നറിയില്ല, നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇവിടെ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നില്ല, ശരിയാ, ഇത് മിസ്സായി. നമുക്ക് ഇത് മിസ്സായ സ്ഥിതിക്ക് നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോർണർ പീസ് നമുക്ക് മിസ്സായിപ്പോയി. ഈ കോർണർ പീസ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഈ കോർണർ പീസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നു. അത് നമ്മൾ തിരിച്ചപ്പോൾ ഉള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. പക്ഷേ ക്യൂബ് ഇതാ ഇപ്പോൾ ഈ സൈഡ് കോർണറായി, ഇതും സോൾവ് ആയി, ഇതും സോൾവ് ആയി, ഇതും സോൾവ് ആയി, ഇതും സോൾവ് ആയി, ഇതും സോൾവ് ആയി. കാരണം കൂടുതൽ കളറുള്ളപ്പോൾ നമ്മൾ റൊട്ടേഷൻ പതുക്കെ ചെയ്യണം. ഇനി നമുക്കിതാ ഈ തേർഡ് ലെയറിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് തേർഡ് ലെയറിൻ്റെ കോർണർ പീസിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ സോൾവ് ആയി കിട്ടിയേ. തേർഡ് ലെയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ്, തേർഡ് ലെയറിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ സോൾവ് ആയി. ഇനി നമുക്ക് ഇതും കൂടി ഈ ഒരു പീസ്, അതായത് ഈ കോർണർ പീസിൻ്റെ ഇവിടെ ഒരു കോർണർ പീസ് ഉണ്ട്, 1 2 3 4 5, ഇത് 5 കൂടി സോൾവ് ആയാൽ നമുക്ക് ഇങ്ങനെ മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടും, മൊത്തം പീസ് സോൾവ് ആയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ പീസുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കുക, അതായത് വൈറ്റ് മേലോട്ടാക്കി പിടിക്കുക. എന്നിട്ട് താഴെ ഈ 5 സ്ഥലങ്ങളിലുള്ളത് നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ഇവിടെ കൊണ്ടുവരാൻ എളുപ്പമാട്ടോ. ഇവിടെയൊക്കെ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ താഴെ ഈ കോർണറിലുള്ള പീസ് ആണ് നമുക്ക് മുകളിലേക്ക് ഉണ്ട്. അപ്പോൾ അതിനെന്താ വെച്ചാൽ ഇവിടെയുള്ള കളർ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതാ, അപ്പോൾ വൈറ്റ് മേലോട്ടാക്കിയിട്ടാണ് നമ്മൾ പിടിച്ചത്. എന്നിട്ട് കുറച്ച് ചരിച്ച് പിടിക്കണം, നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ എന്താ? യെല്ലോ, ഗ്രീന്, ഓറഞ്ച്. അതിൻ്റെ കോമ്പിനേഷൻ പീസ് ഇവിടെ താഴെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ പീസിനെ ഉണ്ടെങ്കിൽ ആ പീസിനെ നമ്മൾ അതിൻ്റെ നേരെ താഴെ കൊണ്ടുവെക്കുക. യെല്ലോ, ഗ്രീന്, ഓറഞ്ച് ഇവിടെ അതാ വരേണ്ടത്. അത് നേരെ താഴെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ഇപ്പോൾ നമ്മുടെ വൈറ്റ് മുകളിലാണ്, ഇതാണ് നമ്മുടെ ഇപ്പോൾ ടോപ്പ്, താഴെ ഡൗണ് അല്ലേ. ഇത് ചരിച്ചു പിടി, ഇത് 6 അല്ലേ, 6ഉം ഇത് ഡൗണും, അതായത് ഇത് റൈറ്റ് സൈഡാണ്, ഇത് ഫേസ് ഫ്രണ്ട് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് RD ചെയ്യുക. ഒരു പ്രാവശ്യം ചെയ്ത് സോൾവ് ആയില്ല, കാരണം ഒന്നുകൂടി ട്വിസ്റ്റ് ആണ്. അപ്പോൾ വീണ്ടും ചെയ്യുക, RD സോൾവ് ആയില്ല, RD കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായി? ആ കോർണർ പീസ് സോൾവ് ആയി അല്ലേ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് നോക്കുക, വൈറ്റ് താഴെ പിടിക്കുക. ഇപ്പോൾ കണ്ടോ ആ കോർണർ ഇതാ ഇവിടെ നേരത്തെ നമ്മൾ ഈ 2 പീസാണ് സോൾവ് ചെയ്ത്, ഇവിടെയൊക്കെ 2 പീസുകളാണ് സോൾവ് ചെയ്ത്. ഇപ്പോൾ ആ കോർണർ പീസ് കൂടി സോൾവ് ആയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ലൈനിൽ സോൾവ് ആയി. കണ്ട, വീണ്ടും നമ്മളിങ്ങനെ തിരിച്ചു പിടിക്കുന്നു ക്യൂബ്. ഇവിടെ വരേണ്ട കളർ ഏതാന്ന് നോക്കുക, താഴെ, അതായത് ഈ കോർണറിൽ വരേണ്ട കളർ ഇതാ താഴെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് എന്തൊക്കെയാ? ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ, അതിൻ്റെ പർപ്പിള്, ഇതാ അതിൻ്റെ നേരെ താഴെ കൊണ്ടുവച്ച്. ഇവിടെയാണ് വരേണ്ടത്, അതിൻ്റെ നേരെ താഴെ കൊണ്ടുവച്ച്. ഇപ്പോൾ ഇത് നമ്മളെ റൈറ്റ് ആണ്, ഇത് ഡൗൺ ആണ്. എങ്ങനെയാണ് പിടിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തിരിച്ച് അരിച്ചു വെച്ചാൽ ഇത് ഡൗൺ ആണ്, ഇത് ടോപ്പാണ്, ഇത് ഡൗൺ ആണ്, ഇത് റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് RD ചെയ്ത്, അപ്പോൾ ആ കോർണർ സോൾവ് ആയേ. അടുത്തത് നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടുവരിക. ഇവിടെ ഏതാ കളർ സോൾവ് ആവേണ്ടത്? ഇവിടെ ഗ്രീന്, ലൈറ്റ് ബ്ലൂ, ഈ ലൈറ്റ് കളർ, ആ ഒരു പീസ് ഉണ്ടോ നോക്കുക. ആ ഒരു പീസിന് എവിടെയോ താഴെ ഉണ്ടോ നോക്കുക. ഗ്രീന് ഇല്ല അല്ലേ, അപ്പോൾ ആ വിട്ടേക്കുക. അടുത്തത് നോക്കുക, ഇവിടെ റെഡ് പിങ്ക് ലൈറ്റ് കളർ ഉണ്ടോ നോക്കുക.
താഴെ ഈ കോർണേഴ്സിൽ പീസിൽ ഉണ്ടോ നോക്കുക, അതുമില്ല. അപ്പോൾ അടുത്തത് നോക്കുക. ഇവിടെ ഉള്ള കളർ എന്താ? ബ്ലൂ, ഓറഞ്ച്, ബ്ലൂ, പിങ്ക്, ഗ്രീൻ. ഇതാ തൊട്ട് താഴെ, ഇതിൻ്റെ നേരെ താഴെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർ ഡി 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 കണ്ട മുകളിൽ സോൾവ് ആയി. യെല്ലോ ആണ് ഇത്, സോറി വൈറ്റ് മുകളിലുണ്ട്. ഇത് ചരിച്ച് പിടിച്ചതാണ്, കാരണം നമുക്ക് മൂവ് ചെയ്യാം, കാരണം 2-3 പീസിൽ തന്നെയാണ് അങ്ങനെ ചരിച്ച് പിടിച്ചത്. അപ്പോൾ ഇത് സോൾവ് ആയി. ഇനി അടുത്തത് ഇവിടെ സോൾവ് ആയി കിടക്കുന്നുണ്ട്, ഇവിടെ സോൾവ് ആയി കിടക്കുന്നുണ്ട്. ഇനി ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത് രണ്ടും സോൾവ് ചെയ്യേണ്ടത്. ഈ രണ്ടിന് പീസ് താഴെ ഉണ്ടോ നോക്കുക. ഇതെന്താ? ലൈറ്റ് ബ്ലൂ, ഗ്രീന്, ലൈറ്റ് കളർ താഴെ ഉണ്ടോ നോക്കുക. ഇതാ താഴെ കൊണ്ടുവച്ചേ. ഇത് മേലോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇത് മേലോട്ട് കൊണ്ടുവരാൻ ഈ ഒരു പീസിനെ ആർ ഡി ആർ ഡി ഇപ്പോൾ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ അത് കോർണർ സോൾവ് ആയി. ഇനി അടുത്തത് ഈ ഒരു പീസ്. ഈ ഒരു പീസിൻ്റെ ഏതൊക്കെയാ? റെഡ്, ലൈറ്റ്, പിങ്ക്. ആ കളർ താഴെ കൊണ്ടുവെക്കുന്നത്, അവിടെ താഴെ കൊണ്ടുവച്ച്. ഇതാണ് നമ്മുടെ ഡൗൺ. ഇപ്പോൾ വൈറ്റ് ആണ് മുകളിൽ കേട്ടോ. ഇതാണ് ഡൗൺ പീസ്. ഇതിനെ അതിൻ്റെ സോൾവ് ചെയ്യേണ്ട നേരെ താഴെ കൊണ്ടുവെക്കുക. ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി സോൾവ് ആയില്ല കേട്ടോ. ആർ ഡി ആർ ഡി ആർ ഡി ആർ ഓക്കെ സോൾവ് ആയി. ആ കോർണർ സോൾവ് ആയി. ഇപ്പോൾ നമുക്ക് എല്ലാ കോർണേഴ്സും ആയി. ഇപ്പോൾ നിങ്ങൾ ക്യൂബ് നേരെ തിരിച്ച് തന്നെ വെക്കുക, വൈറ്റ് താഴെയാക്കി പിടിക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തായി? ഇങ്ങനെ മൊത്തം സോൾവ് ആയി. കണ്ടോ? ഈ കോർണേഴ്സ് കണക്റ്റഡ് ആയിട്ട് മൊത്തം സോൾവ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഓരോ ഫേസ് വരൂലേ, നമ്മളിപ്പോൾ വൈറ്റ് താഴെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഓരോ ഫേസിൽ വരുന്നതിൻ്റെ റൈറ്റും ലെഫ്റ്റും ആണ് നമുക്ക് ഇനി സോൾവ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഫേസിൽ റൈറ്റും ലെഫ്റ്റും ഇവിടെ എല്ലാത്തിൻ്റെയും ലെഫ്റ്റും നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ വൈറ്റ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആക്കി പിടിക്കുക. ഇവിടെ അതായത് ഈ ഫേസിൻ്റെ ഇവിടെയും നമുക്ക് ഇത് ഇവിടെയൊക്കെ അങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ ആ ഒരു പീസ് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടാക്കുക. മുകളിലുള്ള കളർ എന്താ? ഇത് എന്താ? ഒരു ലൈറ്റ് കളറാണ്. ഈ ലൈറ്റ് കളർ ഒഴിവുക അല്ലാത്ത പീസുകൾ ഉണ്ടോ നോക്കുക. ഇപ്പോൾ അവിടെ ഒരു പിങ്ക് ആൻഡ് ലൈറ്റ് കളർ ഉണ്ട്. ഇതാ കണ്ടില്ലേ? പിങ്ക് ആൻഡ് ലൈറ്റ് കളർ. ഇത് എന്തായാലും മുകളിലല്ല വരിക. എന്തായിരിക്കും? ലെഫ്റ്റിലോ റൈറ്റ്, അതായത് ഇതിനെ സെൻറ്ററായിട്ട് മാച്ച് ആക്കി വെച്ചാൽ ഇത് ലെഫ്റ്റിലോ റൈറ്റിലേക്ക്. ഇതിപ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ പോകണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു കളർ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നിങ്ങൾ നോക്കുക. ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 3/3 ക്യൂബിൽ നമ്മൾ സോൾവ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെന്താ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. നിങ്ങൾ 3/3 ക്യൂബ് പഠിച്ചാണ് നിങ്ങളോട്, ഇല്ലെങ്കിൽ നിങ്ങളിത് നോക്കി വെച്ചാൽ മതി. ഇതിനെന്താ ചെയ്യേണ്ടത്? ടോപ്പ് ഒന്ന് തിരിച്ചു, അതായത് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു, ഇത് തിരിക്കുന്നു, അതിന് ഓപ്പോസിറ്റ് തിരിക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോപ്പിലുള്ള പീസ് റൈറ്റിലേക്ക് പോയി. ഇത് നമ്മൾ 3/3 ക്യൂബിൽ പഠിച്ച ഒരു ഇക്വേഷനാണ്. ഓക്കെ, സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഫസ്റ്റ് ലെയർ ആണ്, ഇത് സെക്കൻഡ് ലെയർ ആണ്. ഇതിൻ്റെ ഇങ്ങനെ മുകളിൽ നിന്ന് ചിന്തിക്കും, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഫേസ് ചെയ്ത് ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക, ലെഫ്റ്റിലോ റൈറ്റിലോ പോകേണ്ട ഇക്വേഷനാണ് അത് ചെയ്തത്. ഇനി മുകളിലുള്ള ഈ ഒരു കളർ അല്ലേ, ഓൾറെഡി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതെന്താ? ഗ്രീനാണ് ഓർ പിങ്ക് ആണ്. ഇത് ഇവിടേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഇതിനെന്താ? ഇതിനൊന്ന് റൈറ്റിലേക്ക് തിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, ഒന്നുകൂടി ഇങ്ങോട്ട് തിരിക്കുന്നു, ഇതിനെ റിട്ടേൺ തിരിക്കുന്നു, ഇതിനെയും റിട്ടേൺ തിരിക്കുന്നു, ഇതിനൊന്ന് റിട്ടേൺ തിരിക്കുന്നു, ഫ്രണ്ട് തിരിക്കുന്നു. അപ്പോൾ എന്തായി? ഈ ടോപ്പിലുള്ളത് ലെഫ്റ്റിലേക്ക് പോയി. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് പീസ്, അതായത് ഈ ഫേസിൻ്റെ ഇവിടെയും നമുക്ക് സോൾവ് ആയി കിട്ടിയ ഈ ഫേസിൻ്റെ. ഇനി അടുത്ത ഫേസ് എടുക്കുക. ഈ ഫേസിൻ്റെ ഇവിടെ സോൾവ് ചെയ്തുകൊണ്ട് ഇത് ഓൾറെഡി ഇനി ഇവിടെയാണ് സോൾവ് ചെയ്യുന്നത്. ഇവിടെയുള്ള പീസ് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക കേട്ടോ. മുകളിൽ എവിടെ ഇല്ല കേട്ടോ, മുകളിൽ എവിടെ ഇല്ല. അപ്പോൾ മുകളിൽ ഈ കളറിൻ്റെ അല്ലാത്ത കളർ ഏതാ നോക്കുക. ഇതെന്താ? പിങ്ക്, ബ്ലൂ ആൻഡ് ഓറഞ്ച് ഉണ്ട്. അത് തിരിച്ചുകൊണ്ടുവന്ന് ഓറഞ്ച് ആക്കി മാച്ച് ചെയ്ത് പിടിക്കുക. നമ്മൾക്ക് വൈറ്റ് താഴെ ആക്കി പിടിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ, അതായത് ഇതിൻ്റെയൊക്കെ സൈഡ് കളറാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ മുകളിലത്തെ പീസ് ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഇനി ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. ഈ ഇക്വേഷൻ ചെയ്താൽ ആ മുകളിലുള്ളത് ലെഫ്റ്റിലേക്ക് പോയേ. ഇനി അടുത്തത് മുകളിൽ ഈ കോമ്പിനേഷൻ കളർ അല്ലാതെ ഏതെങ്കിലും കളർ ഉണ്ടോ? അതാ ഈ കളർ. ഇപ്പോൾ നമുക്ക് ആ പീസ് മുകളിൽ വന്നേ. ഇപ്പം നമ്മൾ ഈ ബ്ലൂ ഇങ്ങനെയാണെങ്കിൽ ആ ബ്ലൂ മാച്ച് ചെയ്യിച്ചു. ഈ ഒരു പീസ് ഇവിടെ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്കാണ് പോകേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ
ഓക്കെ, മുകളിലുള്ള പീസ് നമുക്ക് ലെഫ്റ്റിലേക്ക് കിട്ടി, അത് സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, അടുത്ത ഭാഗത്ത് എവിടെയാണ് നോക്കുക, എവിടെയാണ് സോൾവ് ആകാത്തത്. ഇനി ഇവിടെ സോൾവ് ആവണം. ഇവിടെയുള്ള സോൾവ് ആവേണ്ട പീസ് മുകളിലുണ്ടോ എന്ന് നോക്കുക. മുകളിൽ ഇതാ ഓറഞ്ച് ആൻഡ് ഗ്രീന് മുകളിൽ കിടക്കുന്നുണ്ടേ. അപ്പോൾ അതിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനെ മാച്ച് ആക്കി, ഈ സെൻറ്റർ പീസ് ആയിട്ട് മാച്ച്. എന്നിട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കാണോ പോകേണ്ടത് നോക്കുക. ഇത് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്കാണ് പോകേണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ചെയ്യുക. അത് ലെഫ്റ്റിലേക്ക് പോയി. ഇപ്പം നമുക്ക് ഇപ്പോൾ വൈറ്റ് ഇങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാ കളറും നമുക്ക് മാച്ചായി കിട്ടി. കണ്ടോ, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ്, അങ്ങനെ മൊത്തം മാച്ചായി കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ലെയർ മാത്രം ഈ ഒരു ക്യൂബിൽ സോൾവ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനിയുള്ള ചെയ്യേണ്ടത് ഇത് മൊത്തം ഇത്രയും നിങ്ങൾക്ക് സോൾവ് ആയി കഴിഞ്ഞ് ലാസ്റ്റ് ലെയർ ആണ് ബാക്കിയെങ്കിൽ ഇനി സോൾവ് ചെയ്യേണ്ടത് മുകളിൽ കണ്ടില്ലേ. ഇപ്പോൾ വൈറ്റിന് നമ്മൾ ഒരു സ്റ്റാർ ചെയ്ത പോലെ ഈ മുകളിലത്തെ കളറിൻ്റെ സ്റ്റാർ ഉണ്ടാക്കണം. മുകളിലത്തെ കളർ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുകളിൽ കളർ എവിടേക്കാണ് ഉള്ളത്. ഇപ്പോൾ മൂന്നെണ്ണം നമുക്ക് ഇങ്ങനെ കിടക്കുന്നുള്ളൂ. സ്റ്റാർ, അതായത് സ്റ്റാറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മൂന്നെണ്ണം ഓടും. ഇനി ഇവിടെ നമ്മൾ ഇതിനെ തിരിച്ചു കൊണ്ടുപോകണം. അതിന് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള കളർ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, അതായത് ഈ സൈഡിലുള്ള കളർ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നോക്കുക. അതാ ഈ കളർ ഫ്രണ്ടിലുണ്ട് അല്ലേ, ഈ കളർ കേട്ടോ, ഈ ചാര കളർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർ ആക്കാൻ വേണ്ടിയിട്ട് FURF' ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, ശരിയായില്ല. അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കുക. FURF'. ഇപ്പം നിങ്ങൾക്ക് ഇതാ കണ്ടോ, ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇക്വേഷൻ ചെയ്തപ്പോൾ എന്തായി, ഈ ചാര, അതായത് ഇപ്പോൾ നമ്മൾ ചാര കളർ എന്നിട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് കളർ കോമ്പിനേഷൻ വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് ആ കളറിൻ്റെ ഓരോ പേര് അറിയില്ല. ഈ ഒരു കളറിൻ്റെ ഒരു സ്റ്റാർ കിട്ടി, കണ്ടോ, കറക്റ്റ് സ്റ്റാർ കിട്ടി. ഫൈനൽ ലെയർ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ സോൾവ് ആക്കി എടുത്തു. ആ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, FURU'R', അത് പഠിക്കാം. അപ്പോൾ എന്തായി, ഈ കളറിൻ്റെ ഒരു സ്റ്റാർ കിട്ടി. ഇനി അടുത്തത് നിങ്ങൾ ഈ സ്റ്റാർ കിട്ടിയതിൻ്റെ ഈ കളേഴ്സൊക്കെ നമ്മൾ മാച്ച് ചെയ്യിക്കണം. ഇപ്പം നോക്കുക, ഇവിടെ മാച്ചാണോ, ഇത് മാച്ചല്ല, ഇത് മാച്ചല്ല, ഇത് മാച്ചല്ല. അപ്പോൾ ഒന്ന് തിരിച്ചു നോക്കുക, ഏതെങ്കിലും മാച്ച് ആവുന്നുണ്ടോന്ന്. ഗ്രീനും ഒന്ന് മാച്ചാക്കി നോക്കാം. ഗ്രീനും മാച്ചാക്കി നോക്കിയതാ, ഈ ഒരു പീസ് മാച്ച് ആക്കി. അപ്പോൾ ഇത് മാച്ചായി, ഇതും മാച്ചായി, ഇതിപ്പോൾ ഓൾറെഡി മാച്ചായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒന്ന് തിരിച്ചപ്പോൾ എല്ലാം മാച്ചാ. ചില സന്ദർഭങ്ങളിൽ ഇത് മാച്ച് ആവില്ല, അതായത് ഇതിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് വരും. അപ്പോൾ നിങ്ങൾ അതിനൊരു ഇക്വേഷൻ ചെയ്യേണ്ടി വരും. ആ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോൻ്റെ. ഇപ്പം നമുക്ക് ഇത് ബാക്കിയും കൂടി ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ മാച്ചായി. ഈ മാച്ച് ആവേണ്ട ഇക്വേഷൻ നമ്മൾ 3 ചാൻസസ് വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 3 ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സൈഡ് കളർ, തേർഡ് ലെയറിൻ്റെ സ്റ്റാറിൻ്റെ കളർ മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 2 ഇക്വേഷൻ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ മാച്ചായി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കോർണർ പീസുകളാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോർണർ പീസുകൾ സോൾവ് ചെയ്യാൻ നമുക്ക് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്ത് വെച്ചിട്ട് ആ ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ 2 പീസ് മാറൂല, അത് അവിടെ തന്നെ കിടക്കും. ഈ 3 പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും, ഇതിങ്ങോട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ബിഗിനേഴ്സ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പീസ് ഇങ്ങോട്ട്, ഈ പീസ് ഇങ്ങോട്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. ഈ 2 പീസ് അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഒരു ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ആയി കിടക്കുന്ന ഏതെങ്കിലും ഭാഗം ഉണ്ടോ എന്ന് നോക്കുക. ഇത് സോൾവ് അല്ല, ഇത് എക്സ്ചേഞ്ച് ആവണം, ഇത് സോൾവ്. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പീസ് ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ ഇത് സോൾവ് ആവും അല്ലേ, ഇങ്ങോട്ട് വന്നാൽ സോൾവ് ആവും, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നാൽ സോൾവ് ആവും. ഇത് ഇങ്ങനെ റൊട്ടേറ്റാണ് വരിക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അതെന്താ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ ഇതിപ്പോൾ കളറ് ഈ ഒരു പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ ഒരു പീസ് ഇവിടെ വന്നാൽ ചിലപ്പോൾ സോൾവ് ആവും അല്ലേ. ഈ ഒരു പീസ് ഇവിടെ വന്നാൽ ഇതും സോൾവ് ആവും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ആ ഇക്വേഷൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. എന്താ, UR'U2R'U2LU. ഓക്കെ, ഇപ്പം എന്തായി,
ഈ ഒരു പീസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നമുക്ക് സോൾവ് ആയി കിട്ടി. ഈ കോർണർ പീസ് നമുക്ക് സോൾവ് ആയി കിട്ടി അല്ലേ. ഈ കോർണർ ക്വാളിറ്റി ഇത് ഒന്ന് ട്വിസ്റ്റ് ആവണം, ഇത് ട്വിസ്റ്റ് ആവേണ്ട, ഇത് ഇങ്ങോട്ട് വരണം. അപ്പം നിങ്ങൾ ഈ സോൾവ് ആയത് നിങ്ങളെ ഫേസിൽ ലെഫ്റ്റിലോ റൈറ്റിലോ പിടിക്കുക. ഇനി നമുക്ക് റൈറ്റിലോ പിടിച്ച് സോൾവ് ചെയ്താൽ ഇത് എന്താവും, ഇത് ഇങ്ങോട്ട് മാറും, ഇത് ഇങ്ങോട്ട് മാറും, ഇത് ഇങ്ങോട്ട് മാറും, ഇത് ഇങ്ങോട്ട് മാറും അല്ലേ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത് അല്ലേ. ഇത് ഇങ്ങോട്ട് പോകണം, ഇത് ഇങ്ങോട്ട് പോകണം, ഇത് ഇവിടേക്ക് വരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ സോൾവ് ആയി കിടക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ചെയ്യാണ്. UR U2 L U2 R U2 L U. ഇപ്പം എന്തായി, ഈ സോൾവ് ഈ നമ്മളെ ഭാഗത്തുള്ളത് അവിടെ തന്നെ കിടക്കും. ഇതൊന്ന് ട്വിസ്റ്റായി അല്ലേ, ഇതൊന്നും ഇങ്ങോട്ട് ട്വിസ്റ്റ്. ഇനി ഈ ഒരു പീസ് ഒന്നും കൂടി സോൾവ് ചെയ്താൽ, അതായത് ഒന്നും കൂടി ഇക്വേഷൻ ചെയ്താൽ ഈ ഒരു പീസ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ചിലപ്പോൾ സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ട്രൈ, ഈ ഒരു പീസ് ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്യാം, ഒന്നും കൂടി ട്രൈ ചെയ്യാം. അപ്പോൾ UR U2 L U2 R ഇൻവേഴ്സ് U2 L U ചെയ്ത് നോക്കി. അപ്പോൾ എന്തായി, ആ പീസ്, ഈ രണ്ട് പീസ് നമുക്ക് സോൾവ് ആയി കിട്ടി, ഈ ഒരു പീസും സോൾവ് ആയി കിട്ടി. അപ്പോൾ ഈ രണ്ട് പീസ് സോൾവ് ആയി കിട്ടിയ സ്ഥിതിക്ക് ആ രണ്ട് പീസ് നമ്മളെ ഫേസിലാക്കി വെക്കുക. അപ്പോൾ ഇത് രണ്ടും ഇനി മൂവ് ആവില്ല, ഇതിങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പോൾ ഈ ഒരു പീസ് ഇവിടേക്ക് വരും, ഈ ഒരു പീസ് ഇവിടേക്ക് വരും, അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ആയി മാറും. അപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ അത് സോൾവ് ആയി മാറും. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനിങ്ങോട്ടും ഇതിനിങ്ങോട്ടും ചെയ്യുക. പക്ഷേ ഇത് രണ്ട് സോൾവ് ആയ സ്ഥിതിക്ക് ഇത് നിങ്ങളെ ഫേസിൽ വെക്കുക. എന്നിട്ട് വീണ്ടും ചെയ്യുക UR U2 L U2 R U2 L U. ഇപ്പം എന്തായി, ഒന്ന് ട്വിസ്റ്റായി. ഇനി ഈ ഒരു പീസ് ട്വിസ്റ്റായി. ഇനി ഈ ഒരു പീസ് ഇങ്ങോട്ട് വരണം, ഈ ഒരു പീസ് ഇങ്ങോട്ട് വരണം. അപ്പോൾ എന്തായി, ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കേണ്ടി വരും. ബിഗിനേഴ്സ് മെത്തേഡ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. ബിഗിനേഴ്സ് മെത്തേഡിൽ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കണം. ഈ ഒരു പീസ് ഒന്നും കൂടി ഇങ്ങോട്ട് വരാൻ നോക്കുക. UR U2 L U2 R U2 L U. ഇപ്പോൾ ഈ ഒരു പീസ് ഇങ്ങോട്ട് വന്ന് ഈ ഒരു പീസ് ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പീസ് ഇങ്ങോട്ട് വരും, ഈ പീസ് ഇങ്ങോട്ട് വരും, ഈ പീസ് ഇങ്ങോട്ട് വരും, ഒന്നുകൂടി ട്വിസ്റ്റ് ആവും. UR U2 L U2 R U2 L. ഇപ്പോൾ ഈ ഒരു പീസ് സോൾവ് ആയി. ഇനി ഈ പീസും സോൾവ് ആവാണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ സോൾവ് ആവാണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതായത് ഈ ഒന്നുകൂടിയും ചെയ്ത് നോക്കുക. ഒന്നുകൂടി ചെയ്ത് നോക്കിയാൽ UR U2 L U2 R U2 L U. നമ്മൾ ആ ഫേസ് ചെയ്ത് വെച്ചത് ഒരിക്കലും സോൾവ് മാറിയില്ല, ബാക്കിയുള്ളത് മാറി വരുന്നുണ്ട്. ഇങ്ങനെ ട്വിസ്റ്റായിട്ട് വരുന്നുണ്ട്. വീണ്ടും ചെയ്യുക. UR U2 L U2 R U2 L U. ഇപ്പോഴും നമ്മളെ പീസ് ശരിയായില്ല, ഒന്നും കൂടിയും ചെയ്ത് നോക്കാം. UR U2 L U2 R U2 L U. ബാക്കിയുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ഇത് ഇതേ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ ഇനി നിങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ 2-3 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിങ്ങനെ മാറി വരിക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള നമ്മളെ RD എന്നുള്ള ഇക്വേഷൻ, അതായത് സോൾവ് ചെയ്യേണ്ട ഭാഗം ഇവിടെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇത് റൈറ്റ് സൈഡാണ്, നമ്മളിത് ഫേസ് ആണ്, ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ് ഡൗൺ, ഇത് റൈറ്റ് സൈഡാണ്. നമ്മൾ RD ചെയ്യാം.
എന്നിട്ട് ഇവിടെ ഈ ഒരു കളർ മാച്ച് ആകുന്നവരെ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യാം. ആർ ഡി ആർ, ഈ ഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ സോൾവ് ആയി. ഇനി അത് ആ ടോപ്പ് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് സോൾവ് ആവേണ്ടത് വരെ ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചേ വീണ്ടും നമ്മൾ ആർ ഡി ചെയ്യാം. വീണ്ടും ആർ ഡി ചെയ്യാം. ആർ ഡി ചെയ്യാം. ആർ ഡി ചെയ്തു. ഇപ്പം നമ്മുടെ ക്യൂബ് മൊത്തത്തിൽ സോൾവ് ആയി കിട്ടി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ലെയർ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്താൽ അതിങ്ങനെ മാറി വരും. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങളത് അവസാനിച്ചിട്ട് ആർ ഡി ഇക്വേഷൻ ചെയ്യുക. പിന്നെ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ആ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെ സൈഡ് കളർ മാച്ച് ആക്കാനുള്ള 2 ഇക്വേഷൻ ഞാൻ വിവരിച്ചില്ല. അത് ഞാൻ അടുത്ത പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മെഗാമിനിസ് ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചും കൂടി നല്ല വെറൈറ്റി ക്യൂബാണ്. നമ്മുടെ 12 കളേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ നേരം നമ്മൾ ഇതിൽ എൻഗേജ്ഡ് ആയിരിക്കും. കൂടുതൽ കളർ കോമ്പിനേഷൻ ആണ്. കളർ കോമ്പിനേഷൻ കൂടുതൽ വരുമ്പോൾ അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്യൂബുകളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങളും ഇതേപോലത്തെ ക്യൂബുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ക്യൂബ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.